പ്രഭാഷകന്റെ പുസ്തകം 5-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം. കർത്താവിങ്കിലേക്ക് തിരിയാൻ വൈകരുത്, നാളെ നാളെ എന്ന് നീട്ടി വയ്ക്കുകയും അരുത്. അവിടുത്തെ ക്രോധം അവിചാരിതമായി ഉണരുകയും ആ ശിക്ഷയിൽ നീ നശിക്കുകയും ചെയ്യും. വചനം കേട്ടിട്ട് ഇപ്പോൾ പലർക്കും ടെൻഷനായിട്ടുണ്ടാവാം. അതായത് ടെൻഷൻ അടിക്കേണ്ട, ഇത്രേ ഉദ്ദേശിച്ചുള്ളൂ. കൂടെ കുമ്പസാരിക്കാനായിട്ട് വൈകരുത്. പിന്നെ പറയാൻ പോകുന്ന കാര്യങ്ങളാണെങ്കിലും നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. പക്ഷേ അതിൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരുത്താനും നമ്മളിപ്പോൾ ആയിരിക്കുന്ന ഈ ഒരു ആത്മീയ അവസ്ഥയിൽ നിന്ന് കൂടുതൽ ഈശോയിലേക്ക് വളരാൻ വേണ്ടിയുള്ള ഏതാനും കാര്യങ്ങൾ കുറച്ചും കൂടി മനസ്സിലാവാൻ, കുറച്ചും കൂടി തീഷ്ണതയോടെ അതെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ജസ്റ്റ് ഒന്ന് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഇത്രയുള്ളൂ. എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണേ. കഴിഞ്ഞ നാളുകളിലായിട്ട് PDM റിട്രീറ്റ് സെൻറ്ററിൽ വെച്ചിട്ട് ഒരു ചെറുപ്പക്കാരിയെ കണ്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുകയായിരുന്നു. നല്ല വിശുദ്ധിയായിട്ടുള്ളൊരു ചെറുപ്പക്കാരിയാണ്. എല്ലാ ദിവസവും പള്ളിയിലേക്ക് പോകുന്ന, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന, തൻ്റേതായ ഒത്തിരി ഭക്തകൃത്യങ്ങൾ അനുഷ്ഠിക്കുന്ന യുവതിയാണ്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ പ്രത്യേകം ഉള്ളിൽ വരുന്നതാണെങ്കിലും വചനങ്ങൾ എടുക്കുമ്പോൾ കിട്ടുന്നതാണെങ്കിലെല്ലാം കുമ്പസാരം പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ടോ എന്ന് ചോദിക്കാനായിട്ടാണ് ഈശോ ഉള്ളിൽ പ്രേരണ തരുന്നത്. അതായത് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്, കുമ്പസാരം പ്രോപ്പറായിട്ട് നടത്തുന്നുണ്ടോ എന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ ആ കുട്ടി കുമ്പസാരം എല്ലാം ക്ലിയർ ആണ്, നന്നായി കുമ്പസാരിച്ച് വരുന്ന കുട്ടിയാണ്. ഒരു കുമ്പസാരം കഴിഞ്ഞ് അടുത്ത കുമ്പസാരം നടത്താനുള്ള ഈ ഗ്യാപ്പ് അത് കൂടുതലാണോ, അതായത് കൂടെ കുമ്പസാരിക്കാനായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ടോ എന്നുള്ളതാണ് ഈശോ ചോദിക്കാനായിട്ട് തന്ന പ്രേരണ. ഞാൻ ചോദിച്ചപ്പോൾ ആ കുട്ടിയുടെ വലിയൊരു സങ്കടവും അത് തന്നെയായിരുന്നു. അതായത് ഈ പറഞ്ഞ പോലെ കുമ്പസാരെല്ലാം നന്നായിട്ട് നടത്തുന്നുണ്ട്, പക്ഷേ ഈ ഒരു കുമ്പസാരം കഴിഞ്ഞ് അടുത്ത കുമ്പസാരം നടത്താനായിട്ട് കുറച്ചൊന്ന് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അതായത് അതിൻ്റെ ഒരു മെയിൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പാപങ്ങളൊന്നും കിട്ടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ശരിയായിരിക്കാം, അതായത് പാപങ്ങളൊന്നുമില്ല എന്നല്ല, പക്ഷേ അധികം പാപങ്ങളില്ലായിരിക്കും. പക്ഷേ ഈ കുട്ടി പറഞ്ഞത് അങ്ങനെ നടത്താതിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നടത്താൻ ബുദ്ധിമുട്ട് വരുന്നുണ്ട് എങ്കിലും ആ കുമ്പസാരം ലേറ്റായി പോകുന്നതിൻ്റെ ഒരു വേദന, ഒരു ഭാരം മനസ്സിൽ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഭാരം വന്ന് ഒരു വിധമാകുമ്പോൾ, ഒരു മാസമൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ എങ്ങനെയെങ്കിലും അരിച്ചു പറക്കി പാപങ്ങൾ പറഞ്ഞ് കിട്ടാവുന്ന പോലെയൊക്കെ പാപങ്ങൾ കളക്ട് ചെയ്തിട്ട് ഉള്ളത് വെച്ച് അങ്ങോട്ട് പറഞ്ഞ് കുമ്പസാരിക്കുമ്പോൾ വല്ലാതെ ഒരു പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവും ഒരു അനോയിൻറ്റിങ്ങും ഒന്ന് ഫ്രീ ആയ, ഭാരം ഇറങ്ങിപ്പോയ നല്ലൊരു അവസ്ഥയിലേക്ക്, കൂടുതലൊരു ആത്മീയ ഉണർവിലേക്ക് വരാനായിട്ട് ഇടയാവുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ ഒരു പ്രശ്നം ഈശോ ഇടപെട്ട് അത് സോൾവ് ചെയ്തു. ഇപ്പോൾ ഇത് ആ ഒരു കുട്ടിയുടെ അല്ല, ഇത് നമ്മുടെ ഒത്തിരി പേരുടെ പ്രശ്നമാണ്. അതായത് നമ്മുടെ ആത്മീയതയിൽ, ഈശോയോടുള്ള ബന്ധത്തിൽ, പ്രാർത്ഥനയിൽ, പരിത്യാഗങ്ങളിൽ, പരിഹാരങ്ങളിൽ, അതുപോലെ ദുശീലങ്ങൾ ഓരോന്നും മാറ്റി കൂടുതൽ വിശുദ്ധിയിലേക്ക്, തീഷ്ണതയിലേക്ക് എല്ലാം വളരാനായിട്ട് തീരുമാനങ്ങളെല്ലാം എടുത്തു വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ പാപങ്ങൾ കുറഞ്ഞു വരും എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. പക്ഷേ നമ്മൾ ചിന്തിക്കരുത് നമ്മളെല്ലാവരും പരിപൂർണരായി എന്ന്. മത്തായി 5:48 നമുക്കറിയാം, ഈശോ പറയാണ്, അതുകൊണ്ട് നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കുകയും. നമ്മളെല്ലാവരും പരിപൂർണതയിലേക്കുള്ള ഒരു പ്രോസസ്സിങ്ങിലാണ്, പക്ഷെ നമ്മളാരും പരിപൂർണരായിട്ടില്ല. ഈ ഫിലിപ്പി 3:16 നമുക്കറിയാവുന്ന വചനമാണ്. എന്നാൽ നേടിയെടുത്തതിനെ മുറുകെ പിടിച്ചുകൊണ്ട് തന്നെ ആവണം നമ്മുടെ പ്രവർത്തനം. നമ്മളെല്ലാവരും ഒത്തിരി നേടിയിട്ടുണ്ട്, ഇനിയും ഒത്തിരി നേടാനുമുണ്ട്, അതും മറന്നുപോകരുത്. അപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എല്ലാ ഞായറാഴ്ചകളിലും മുടങ്ങാതെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. ഇനി കൂടുതൽ വിശുദ്ധിയിലേക്ക്, ആത്മീയതയിലേക്ക് വളരാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഡെയിലി വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, വിശുദ്ധ കുർബാന സ്വീകരിക്കുന്നു. പക്ഷെ നമ്മൾ വിചാരിക്കുന്നില്ല, ഇന്നൊരു ദിവസം വിശുദ്ധ കുർബാന സ്വീകരിച്ചു, എനിക്കിപ്പോൾ അത്യാവശ്യം കൃപകളും ആത്മീയതയും ആ ഒരു നിറവെല്ലാം വന്നിട്ടുണ്ട്. ഇനി കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഈ വന്നിരിക്കുന്ന കൃപകളെല്ലാം ചോർന്നു പോയി, കുറച്ച് കഴിഞ്ഞിട്ട് ഇനി വിശുദ്ധ കുർബാന സ്വീകരിച്ചാൽ മതി നമ്മൾ ചിന്തിക്കുന്നില്ലല്ലോ. കാരണം നമ്മൾ ആത്മീയത അല്ലെങ്കിൽ ആ കൃപയുടെ ലെവലിൽ മെയിൻറ്റെയിൻ ചെയ്യാനല്ല ആഗ്രഹിക്കുന്നത്, നമ്മൾ കൃപയ്ക്ക് മേൽ കൃപകൾ വാങ്ങിയെടുക്കാനാണ് ഇതെല്ലാം കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്നത്. ആത്മീയമായി വളർന്നു പോകാനാണ് നമ്മളിതെല്ലാം ചെയ്യുന്നത്. കൂടുതൽ നന്നായി പ്രാർത്ഥിക്കുന്നത്, ദിവസവും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നതല്ല. അതുപോലെ തന്നെയാണ് കുമ്പസാരവും. അതായത് കുമ്പസാരത്തിൽ നമ്മുടെ പാപമോചനം മാത്രമല്ല നടക്കുന്നത്, മേലിൽ പാപം ചെയ്യാതിരിക്കാൻ, ഈ പാപങ്ങൾ ചെയ്യാതിരിക്കാനുള്ള കൃപകൾ കൂടിയും ഈശോ തരുന്നുണ്ട്. കുമ്പസാരത്തിൽ നഷ്ടപ്പെട്ടു പോയ കൃപകൾ വീണ്ടെടുക്കൽ മാത്രമല്ല നടക്കുന്നത്, അതായത് നമുക്ക് ഉള്ള കൃപകൾക്ക് മേൽ കൃപകൾ കൂടി ലഭിക്കുകയാണ്. അതായത് കൃപയുടെ ലെവൽ വർദ്ധിക്കുക കൂടിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചിലർക്ക് മനസ്സിലാക്കി വെച്ചിരിക്കണതിൻ്റെ ചില പ്രശ്നങ്ങളുണ്ടാവാം. അതായത് പലരും വിചാരിക്കുന്നത് ഇപ്പോൾ ഒരു വണ്ടിയിൽ പെട്രോൾ അടിക്കുന്ന പോലെയാണ്. അതായത് ഒരു പെട്രോൾ ടാങ്കിന് ഒരു നിശ്ചിത കപ്പാസിറ്റി ഉണ്ട്. അപ്പോൾ വണ്ടി ഓടുന്നതിനനുസരിച്ച് പെട്രോൾ കുറയുന്നു, പെട്രോൾ പമ്പിൽ കയറി പെട്രോൾ അടിക്കുന്നു, ആ ടാങ്കിൻ്റെ ലെവൽ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നു. അതുപോലെയല്ല കൂടെ കുമ്പസാരിക്കുന്നതെന്ന് പറയുന്നത്. അതായത് നമ്മുടെ ആത്മാവിൻ്റെ കപ്പാസിറ്റി എന്ന് പറയുന്നത് അൺലിമിറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, യോഹന്നാൻ 3:34, ദൈവം അയച്ചവൻ ദൈവത്തിൻ്റെ വാക്കുകൾ സംസാരിക്കുന്നു, അവിടുന്ന് അളന്നല്ല ആത്മാവിന് കൊടുക്കുന്നത്. അപ്പോൾ അളവുകളില്ലാതെ സ്വർഗത്തിൽ നിന്ന് ഈശോ വർഷിക്കുന്ന ആ കൃപകൾ, അളവുകളില്ലാത്ത അൺലിമിറ്റഡ് കപ്പാസിറ്റി ഉള്ള ആത്മാവ് സ്വീകരിക്കാൻ കൂടി നമ്മളെ ഏറെ സഹായിക്കുന്നതാണ് ഈ കൂടെ കുമ്പസാരിക്കുന്നത്.
അത് കൂടെ കൂടെ കുമ്പസാരിച്ചാലേ ആ ഒരു കൃപയുടെ ലെവലിൽ വർദ്ധിച്ചു വരാൻ, ആത്മീയതയിൽ വർദ്ധിച്ചു വരാനായിട്ട് നമ്മളെ സഹായിക്കുള്ളൂ. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ തിരുസഭയുടെ കൽപ്പനകൾ 5-1 പറയുന്നത് പോലെ ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കുകയും പെസഹകാലത്ത് പരിശുദ്ധ കുർബാനയിൽ ഉൾക്കൊള്ളുകയും വേണം. അതായത് ശരിക്കും പറഞ്ഞാൽ ഈ കൃപയുടെ ലെവല് മെയിൻറ്റെയിൻ ചെയ്യലാണ്. അവിടെ ശരിക്കും പറഞ്ഞാൽ ഒരു വർധനവ് കാര്യമായിട്ട് നടക്കുന്നത് നിങ്ങൾ വിചാരിക്കേണ്ട. അത് ഈ പറഞ്ഞ പോലെ പെട്രോൾ അടിക്കുന്ന പോലെയാണ്. അത് സഭ പറയേണ്ടത് ഇങ്ങനെ ചെയ്യാവൂ എന്നല്ല, ഇങ്ങനെയെങ്കിലും ചെയ്യണേ, ആണ്ടിലൊരിക്കലെങ്കിലും കുമ്പസാരിക്കണേ എന്ന് സഭ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞ പോലെയാണ്. എന്ത്, ഈ പെട്രോൾ ടാങ്ക് ആ ഒരു നിശ്ചിത കപ്പാസിറ്റി പെട്രോൾ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെയാണ്. ഇതേ സഭ തന്നെയാണ് CCC 1458 കൂടെ കൂടെ കുമ്പസാരിക്കാനായിട്ട് നമ്മൾ ഉപദേശിക്കുന്നതും. അങ്ങനെ കൂടെ കൂടെ കുമ്പസാരിക്കുന്നത് വഴി നമുക്ക് ലഭിക്കുന്ന ഏതാനും ബ്ലെസ്സിങ്സിനെ പറ്റി, അനുഗ്രഹങ്ങളെ പറ്റി കൂടി സഭ പറയുന്നുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട ബ്ലെസ്സിങ് ആണ് ആത്മീയതയിൽ പുരോഗതി പ്രാപിക്കാനായിട്ട് സഹായിക്കുന്നു. അതായത് ദൈവകൃപ വർദ്ധിക്കാനായിട്ട് ഇടയാവുന്നു. എന്ത്, കൂടെ കൂടെ കുമ്പസാരിക്കുമ്പോൾ. ഇപ്പോൾ ബഹുമാനപ്പെട്ട ബിനോയ് കരപരുത്തിങ്കലക്ഷനൊക്കെ ആണെങ്കിൽ ഞങ്ങളടുത്ത് പറയും, അതായത് ഓരോ കൂദാശകളും നമ്മൾ സ്വീകരിക്കുമ്പോൾ, വിശുദ്ധ കുർബാനയാണെങ്കിലും കുമ്പസാരാണെങ്കിലും എല്ലാം ആ കൂദാശകളിലൂടെ, അതായത് 7 കൂദാശകൾ ഈശോ സഭയിൽ സ്ഥാപിച്ചിരിക്കുന്ന ഓരോന്നും നമുക്ക് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ ഓരോരുത്തർ വിളി അനുസരിച്ച്, ഇപ്പോൾ തിരുപ്പട്ടവും എന്താ പറയുക വിവാഹവും രണ്ടും കൂടി മിക്സ് ആക്കരുത്. അപ്പോൾ ഓരോ കൂദാശകളും നമ്മൾ സ്വീകരിക്കുന്നത് വഴി ആ കൂദാശകളിലൂടെ ഒഴുകുന്ന സാക്രമെൻ്റൽ ഗ്രേസ് ഉണ്ട്, കൗദാശികമായ കൃപകളുണ്ട്. അത് നമ്മൾ എന്തുമാത്രം സ്വീകരിക്കുന്നു, അപ്പോൾ വിശുദ്ധ കുർബാന മാക്സിമം നമ്മൾ സ്വീകരിക്കുന്ന വഴി അത്രമാത്രം എന്താ പറയുക ദൈവിക കൃപകൾ നമ്മിലേക്ക് വർദ്ധിച്ചു വരികയാണ്. കുമ്പസാരം കൂടെ കൂടെ കുമ്പസാരിക്കുമ്പോൾ അത്രയും ദൈവിക കൃപകൾ നമ്മിലേക്ക് വർദ്ധിച്ചു വരികയാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ തിരുഹൃദയ വണക്കമാസം, തിരുഹൃദയത്തിൻ്റെ മാസമായിരുന്നല്ലോ, അതിലെ 29-ാം തീയതിയിലെ സൽക്രിയ നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. അതായത് ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, ഈ ഈശോയുടെ പരിശുദ്ധ ഹൃദയം പരിശുദ്ധ കുർബാനയിൽ അനുഭവിക്കുന്ന നിന്ദാപമാനങ്ങൾക്ക് പരിഹാരമായിട്ട് കുമ്പസാരിച്ച് വിശുദ്ധ കുർബാന സ്വീകരിക്കുക. അപ്പോൾ ഈ കുമ്പസാരം എന്ന് പറയുന്ന കൂദാശ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ടാണ്, ശരിയാണ്. പക്ഷെ ആ ഒരു കൂദാശ നമ്മൾ സ്വീകരിക്കുന്നത് വഴി അതിലൂടെ ദൈവകൃപ നമ്മിലേക്കും നമ്മൾ വഴി മറ്റുള്ളവരിലേക്കും വർദ്ധിച്ചു വരാനായിട്ട് ഇടയാവും. അപ്പോൾ അതാണ് പറയുന്നത്, കുമ്പസാരത്തിലെ ദൈവകൃപയുടെ ലെവൽ മെയിൻറ്റെയിൻ ചെയ്യൽ മാത്രമല്ല നടക്കുന്നത്, കൂടെ കൂടെ കുമ്പസാരിക്കുമ്പോൾ ആ ദൈവകൃപയിൽ വർദ്ധിച്ചു വരാനും കൂടിയും അത് ഇടയാവുകയാണ്. കൂടെ കൂടെ കുമ്പസാരിക്കുന്നത് പ്രത്യേകം പറയുകയാണ്. അപ്പോൾ കൂടെ കൂടെ കുമ്പസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണം വരയ്ക്ക് ആവശ്യമുള്ള കാര്യമാണ്. എത്ര നാൾ കൂടുമ്പോൾ കുമ്പസാരിക്കണം എന്നുള്ളൊരു ചിന്ത വരാം. അതായത് നിങ്ങൾ ഒരാഴ്ച കൂടുമ്പോൾ കുമ്പസാരിച്ചാൽ അതാണ് നല്ലത്. അതിനും പറ്റിയില്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോഴെങ്കിലും കുമ്പസാരിക്കണം. 1 മാസമൊക്കെ മാക്സിമം ആണ്, അത്രയും പോവാതിരുന്നാൽ നല്ലത്. അപ്പോൾ ഇനി ചിലരുടെ പ്രശ്നമാണ്, അതായത് എനിക്കങ്ങനെ പ്രത്യേകിച്ച് പാപങ്ങളൊന്നും വരുന്നില്ല, 2-3 പാപങ്ങളൊക്കെ ആയാലും മതി, ഇനി പറഞ്ഞ പാപങ്ങൾ തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വരികയാണ്. ശരിയാണ്, കുഴപ്പമില്ല. പക്ഷേ നമ്മൾ കുമ്പസാരിച്ച് ഈശോയിൽ ആശ്രയിച്ച് പറഞ്ഞ പാപങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിലും ആ പാപങ്ങളുടെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ വിശ്വസിക്കണം, അതങ്ങനെയാണ്. ഇപ്പോൾ എന്താ പറയുക, വിശുദ്ധരാണെങ്കിലും പലപ്പോഴും പാപങ്ങൾ മാത്രമൊന്നല്ല കുമ്പസാരത്തിൽ പറഞ്ഞിരുന്നത്, പാപങ്ങളുടെ ഒപ്പം അവർക്കുണ്ടാകുന്ന ബലഹീനതകൾ, അല്ലെങ്കിൽ എന്താ പറയുക ഈ പ്രലോഭനങ്ങൾ, കൂടെ കൂടെ വരുന്ന ടെംപ്റ്റേഷൻസ്, അസ്വസ്ഥതകൾ, ഇപ്പം എന്താ പറയുക, ഉദാഹരണം പറഞ്ഞാൽ ദേഷ്യം വരുന്ന ഒരാളാണ്, അത് എക്സ്പ്രസ് ചെയ്യുന്നില്ല, പക്ഷേ ബാക്കിയുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്ന്, കൂടെയുള്ളവരുടെ പെരുമാറ്റത്തിൽ നിന്ന് പെട്ടെന്ന് ഉള്ളിൽ നല്ലപോലെ അസ്വസ്ഥത വന്നുകൊണ്ടിരിക്കുക, ദേഷ്യം പുറത്തേക്ക് വരുന്നില്ലെന്ന് മാത്രം. അപ്പം അങ്ങനെ കൂടെ വരുന്നു. അല്ലെങ്കിൽ ഇപ്പം എന്താ പറയുക പേടി, അതായത് ഭയം പിശാചിൽ നിന്നാണ് 1 യോഹന്നാൻ 4 പറയുന്നുണ്ട്. ഭയപ്പെടുന്നവൻ സ്നേഹത്തിൽ പൂർണ്ണനായിട്ടില്ല. അപ്പോൾ ദൈവസ്നേഹത്തിൻ്റെ ഒരു കുറവ് കാരണമാണ് ശരിക്കും പറഞ്ഞാൽ ഭയം വരുന്നത്. തനിച്ചു പോകാൻ ഭയം, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ പുതിയതായിട്ട് ചെയ്യാനായിട്ട് ഭയം, സ്റ്റേജ് ഫിയർ, പലതരത്തിലുള്ള ഭയങ്ങളാവാം, കൂടെ വരുന്ന ഭയങ്ങളാവാം. അപ്പോൾ അതെല്ലാം കുമ്പസാരത്തിൽ ഷെയർ ചെയ്യുന്നതും കൂടി വഴി നമ്മിലേക്ക് ആ മേഖലയിലും കൂടുതൽ കൃപകൾ ഈശോ ഒഴുക്കാനായിട്ട് ഇടയാവും. അപ്പോൾ അതുകൊണ്ട് നല്ലതാണ്. മാത്രമല്ല ഈ പ്രഭാഷകൻ 18:21 ഇപ്രകാരം വചനം പറയുന്നുണ്ട്, വീഴും മുമ്പ് വിനീതനാവുക, പാപം ചെയ്തു പോകും മുമ്പ് പിന്തിരിയുക. അപ്പോൾ വലിയ പാപങ്ങളിൽ വീഴാതിരിക്കാൻ നമ്മൾ കുഞ്ഞു പാപങ്ങളേ ഉള്ളോ, കുറച്ചേ ഉള്ളോ, 2-3 ഒക്കെ ഉള്ളോ എന്നുണ്ടെങ്കിലും ഈ കൂടെ കുമ്പസാരിച്ച് പോകുമ്പോൾ കൂടുതൽ വിശുദ്ധിയിലേക്ക് ദൈവകൃപയിലേക്ക് വളരാനായിട്ടും വേറെ പാപങ്ങളിലൊന്നും പോയി വീഴാതിരിക്കാനായിട്ടും ഈശോ നമ്മളെ പ്രത്യേകം സഹായിക്കും. ഇനി അവസാനമായിട്ടൊരു കാര്യം കൂടി പറഞ്ഞു നിർത്തുകയാണ്. അതായത് ഇപ്പം എന്താ പറയുക, പാപങ്ങളൊന്നുമില്ല പറയുന്നവർക്ക്, അതായത് നിങ്ങളൊന്ന് എല്ലാ ദിവസവും ഒരു 5 മിനിറ്റ് നിങ്ങളുടെ പേഴ്സണൽ പ്രയറൊക്കെ നടത്താറുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കുറച്ച് നേരമെങ്കിലും പ്രാർത്ഥിക്കാനായിട്ട്, വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് മാറ്റിവെച്ചാൽ നല്ലതാണ്. ഞാൻ മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ എന്താണെങ്കിലും ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കുക ആത്മശോധനയ്ക്കായിട്ട്. അതായത് കഴിഞ്ഞ കുമ്പസാരം മുതൽ ഈ കുമ്പസാരം വരെ നടന്ന ഓരോ കാര്യങ്ങളൊന്ന് പ്രത്യേകം ഓർത്ത്, ഇത് മുഴുവൻ കുമ്പസാരത്തിന് വേണ്ടിയുള്ള ഒരുക്കോ അങ്ങനെയൊന്നും ആയിട്ട് നിങ്ങൾ വിചാരിക്കരുത്. അതിനെപ്പറ്റിയൊന്നല്ല പറയുന്നത്. ഇപ്പോൾ മുഴുവൻ കുമ്പസാരം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുമ്പസാരങ്ങളിൽ പാപങ്ങൾ എല്ലാം എന്താ പറയുക, പാപങ്ങൾ പലതും പറയാതിരുന്നു, അല്ലെങ്കിൽ എന്താ പറയുക
ഇപ്പോൾ ഇഷ്ടമുള്ള പാപങ്ങൾ പറഞ്ഞ് ഇഷ്ടമില്ലാതെ പറയാതിരുന്നു കുറേ വർഷങ്ങളായി കുമ്പസാരിച്ചിട്ട് അങ്ങനെയൊക്കെയുള്ളവർക്കാണ് മുഴുവൻ കുമ്പസാരം ഒക്കെ വരുന്നത്. അപ്പോൾ നമ്മളുടെ വിഷയം ഇപ്പോൾ അതല്ല. നമുക്കിപ്പോൾ സാധാരണ രീതിയിൽ കൂടെ കുമ്പസാരിച്ച് പോകുന്നതിൻ്റെ കാര്യങ്ങളാണ് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾ സ്വസ്ഥമായിട്ട് എല്ലാ ദിവസവും പേഴ്സണൽ പ്രയറിന് കുറച്ച് നേരം വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കാനായിട്ട് ഇരിക്കുമ്പോൾ ഒരു 5 മിനിറ്റൊക്കെ അല്ലെങ്കിൽ ഒരു 2-3 മിനിറ്റ് ആയാലും മതി. കഴിഞ്ഞു പോയ കുമ്പസാരം തൊട്ട് ഇതുവരെയുള്ള കാര്യങ്ങൾ, എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ചകൾ അല്ലെങ്കിൽ എൻ്റെ സംസാരം വഴി മറ്റുള്ളവർക്ക് വേദനിക്കാനായിട്ട് ഇടയായിട്ടുണ്ടോ, ഇപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഈശോ എന്നോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം നന്നായി ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ടോ, അതിൽ വീഴ്ചകൾ വരുത്തിയിട്ടുണ്ടോ, ഞാൻ മൂലം മറ്റുള്ളവർ വേദനിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ മറ്റുള്ളവർ പെരുമാറ്റം എനിക്ക് കൂടുതൽ അസ്വസ്ഥതകൾ ഉണ്ടായിട്ടുണ്ടോ. അപ്പം അങ്ങനെയൊക്കെ ഓരോന്നും ചിന്തിച്ച് നോക്കണത് നല്ലതാണ്. അപ്പം അങ്ങനെ ഡെയിലി നിങ്ങൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ദിവസവും ഇപ്പോൾ കഴിഞ്ഞ ആത്മശോധന മുതൽ ഇപ്പം ഇന്നലെ ആത്മശോധന ചെയ്തു, ഇന്നിരിക്കുകയാണെങ്കിൽ ആത്മശോധന തൊട്ട് ഈ ആത്മശോധന വരെയുള്ള സമയം നോക്കിയാൽ മതി. അപ്പോൾ കുമ്പസാരിക്കാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നിങ്ങളൊന്ന് നോട്ട് ചെയ്തിട്ടാലും നല്ലതാണ്. അപ്പോൾ ആ സമയത്ത് എന്താ പറയുക, അതൊന്നും ഓർമ്മിച്ച് വെക്കണ്ടല്ലോ, നോക്കിയിട്ട് പറഞ്ഞാലും മതി. അല്ലെങ്കിൽ ഇപ്പോൾ 2-3 എണ്ണൊക്കെ ഉള്ളോ അല്ലെങ്കിൽ കുറച്ചേ ഉള്ളോ എന്നുണ്ടെങ്കിൽ അത് കാണാതെ പറഞ്ഞാലും പ്രശ്നമില്ല. നിങ്ങൾ അത് ഓർത്ത് കുമ്പസാരിക്കാൻ പ്രത്യേകിച്ച് പാപങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിച്ച് ടെൻഷൻ അടിക്കരുത്. ചെറുത് പാപങ്ങളൊക്കെ ആയിട്ടായിരിക്കും. അപ്പം നിങ്ങളത് ഈശോയിൽ ആശ്രയിച്ച് ഒന്ന് കണ്ടുപിടിച്ച് കൂടെ കുമ്പസാരിക്കുന്നതോടെ മുടക്കാതിരുന്നാൽ കൂടുതൽ ദൈവകൃപയിലേക്ക് വളരാനായിട്ട് ഈശോ നമ്മളെ പ്രത്യേകമായിട്ട് സഹായിക്കും. ഈ സമയം പ്രത്യേകമായിട്ട് അവന് കൂടെ കുമ്പസാരിച്ച് കൂടുതൽ ദൈവകൃപയിലേക്ക് വളരാനുള്ള ഒരു കൃപയ്ക്കായിട്ട് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ എവിടെയായിരുന്നാലും കുഴപ്പമില്ല, കണ്ണടച്ചോ കണ്ണ് തുറന്നോ നിങ്ങൾ ഉറക്ക സ്തുതിച്ചോ പതുക്കുകയാണെങ്കിലൊന്ന് നമുക്ക് ഈ സമയം ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, പ്രത്യേകമായും ഇതുവരെ കേട്ടവരെ ഇനി കേൾക്കാനിരിക്കുന്ന ഓരോരുത്തരെയും പ്രത്യേകമായി അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവെ, ഞങ്ങൾ ഓരോരുത്തരെയും കൂടെ കുമ്പസാരിക്കാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ ഓരോരുത്തരെയും നിറയ്ക്കണമേ. അങ്ങയുടെ ദിവ്യഹൃദയത്തിലേക്ക് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഞങ്ങൾ ഓരോരുത്തരെയും പ്രതിഷ്ഠിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യമുണ്ടാകുകയില്ല, അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കൃപ ലഭിക്കും, കരുണ ലഭിക്കും എന്ന വചനം പ്രത്യേകമായി ഞങ്ങൾ ഓർക്കുന്നു. ഈശോയെ കൂടെ കുമ്പസാരിച്ചുകൊണ്ട് കൂടുതൽ വിശുദ്ധിയിലേക്കും ദൈവകൃപയിലേക്കും വളരാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങൾ കൂടുതലായി നിറയ്ക്കണമേ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വര. ആമേൻ. ഈശോ അനുഗ്രഹിക്കട്ടെ.